أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബുറൂജിലെ അവസാനത്തെ 5 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ജുനൂദ്. ഹൽ അതാക, നിനക്ക് വന്നു കിട്ടിയിട്ടില്ലേ? ഹദീസുൽ ജുനൂദ്, ആ സൈന്യത്തിൻ്റെ വർത്തമാനം. ഫിർഔന, അതായത് ഫിർഔൻ്റെയും സമൂദ് ഗോത്രത്തിൻ്റെയും. ബലില്ലദീന കഫറു ഫീ തക്ദീബ്. ബൽ എന്നാൽ അല്ലദീന കഫറു, സത്യനിഷേധികൾ, ഫീ തക്ദീബ്, കളവാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്. വല്ലാഹു എന്നാൽ അല്ലാഹു, മിൻ വറാഇഹിം, അവരുടെ പിൻഭാഗത്തൂടെ, മുഹീത്ത്, അവരെ വലയം ചെയ്തിരിക്കുകയാണ്. ബൽ ഹുവ ഖുർആനും മജീദ്. ബൽ എന്നാൽ ഹുവ, അത്, ഖുർആനും മജീദ്, ശ്രേഷ്ഠമായ വിശുദ്ധ ഖുർആനാണ്. ഫീ ലൗഹിൻ മഹ്ഫൂദ്, അത് സംരക്ഷിതമായ ഫലകത്തിലാണുള്ളത്. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം ഭയങ്കരമായിരിക്കുമെന്നും ആദ്യവും പിന്നീടും സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ് എന്നും അള്ളാഹു സ്നേഹസമ്പന്നനും ആണെന്നും അതുപോലെ തന്നെ മഹത്തായ സിംഹാസനത്തിന് ഉടമയാണെന്നും ഉദ്ദേശിച്ചതെല്ലാം ചെയ്യുന്നവനാണെന്നും ഒക്കെയായി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ അള്ളാഹു അറബികൾക്ക് പരിചയമുള്ള ആളുകളെ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ അതാക ഹദീസുൽ ജുനൂദ്, ആ പട്ടാളത്തിൻ്റെ വിവരം നിങ്ങൾക്കില്ലേ? പട്ടാളം എന്ന് പറഞ്ഞാൽ ഫിർഔന വ സമൂദ്. ഫിർഔൻ ഒരു വ്യക്തി എന്ന നിലയിലും സമൂദ് എന്ന് പറയുന്ന സമൂദ് ഗോത്രവും രണ്ടും അറബികൾക്ക് നല്ല പരിചയമുള്ളതാണ്. ഇവർ പാവപ്പെട്ട ആളുകളെ അങ്ങേയറ്റം ദ്രോഹിച്ചിരുന്നവരാണ്. ഫിർഔൻ എന്ന വ്യക്തിയും സമൂദ് എന്ന ഗോത്രവും വളരെ മോശമായ രൂപത്തിൽ പാവപ്പെട്ട ആൾക്കാരോട് പെരുമാറിയ ആളുകളാണ്. അടിച്ചും ഇടിച്ചും ആണി തറച്ചുകൊണ്ടും ഒരുപാട് പേരെ കൊന്ന ചരിത്രമാണ് അവർക്കൊക്കെ ഉള്ളത്. ബലില്ലദീന കഫറു ഫീ തക്ദീബ്. എന്നാൽ ഇതൊക്കെ കേട്ടാൽ കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അവർ കളവാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്നും ഞങ്ങൾക്ക് വലിയ കാര്യമില്ലെന്നും ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരതിനൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്. എന്നാൽ അള്ളാഹു അവരുടെ പിൻഭാഗത്തുകൂടെ അവരെ വലയം ചെയ്തിരിക്കുകയാണ്. എത്ര വലിയ ശത്രുക്കളാണെങ്കിലും അള്ളാഹിൻ്റെ പിടുത്തത്തിലാണ്. അള്ളാഹുവിൻ്റെ ആ വലയത്തിൽ നിന്ന് കുതറി ഓടാൻ ഒരാൾക്കും സാധ്യമല്ല. പടച്ചവൻ ഇവരെല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് പിറകിലുണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ആശ്വാസം എന്ന രൂപത്തിൽ പറയുകയാണ്, ഇവരെ കണ്ട് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. അടുത്ത് തന്നെ മഹത്തായ ഒരു വിജയം നടക്കാൻ പോവാണ്. അതിന് ശേഷമാണല്ലോ മക്ക വിജയം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു മുന്നോടി എന്ന രൂപത്തിൽ ഈ ശത്രുക്കളെല്ലാം തകർന്നടിയുക തന്നെ ചെയ്യുമെന്ന സൂചന കൂടി ഇതിലുള്ളതായി മനസ്സിലാക്കാം. ബൽ ഹുവ ഖുർആനും മജീദ്. എന്നാൽ ഇത് ശ്രേഷ്ഠമായ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ പുകഴ്ത്തിക്കൊണ്ട് ഖുർആനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇത് ശ്രേഷ്ഠമായ വിശുദ്ധ ഖുർആനാണ്. ഫീ ലൗഹിൻ മഹ്ഫൂദ്, സംരക്ഷിതമായ ഫലകത്തിലാണത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു കാലത്തും അതിനെ നശിപ്പിക്കുക സാധ്യമല്ല. മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ കൈകടത്തലുകൾക്ക് വിധേയമാണ്. മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ പലതും എഴുതി ചേർത്തിട്ടുണ്ട്, പലതും വെട്ടിക്കളഞ്ഞിട്ടുണ്ട്.
വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഒരു സംരക്ഷിതമായ രൂപത്തിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ജനഹൃദയങ്ങളിലുണ്ടാകും, അതേപോലെ തന്നെ ഏടുകളിലുണ്ടാകും. ഒരിക്കലും തന്നെ അതിനെ പല ആളുകളും പല വിധത്തിലുള്ള ആളുകളും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓറിയൻ്റലിസ്റ്റുകളൊക്കെ വിശുദ്ധ ഖുർആനിന് രൂപഭേദം വരുത്തിക്കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാക്കുമ്പോഴും നേർക്ക് നേരെയുള്ള ഖുർആൻ ജനഹൃദയങ്ങളിൽ ജനങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. ഖുർആൻ്റെ ഹാഫിളുകൾ തന്നെ, ഖുർആൻ കാണാതെ പഠിച്ച ആളുകൾ തന്നെ അനവധി ഉണ്ട് എന്നതും അതിൻ്റെ സൂചനയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.